കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഫോറസ്റ്റ് വാച്ചർ ഷൈജുവിന്റെ സഹോദരങ്ങളിൽ ഒരാൾക്ക് ജോലി നൽകാനുള്ള നടപടിയുണ്ടാവും. കുടുംബത്തിന് സർക്കാർ നൽകുന്ന 10 ലക്ഷം രൂപ ധനസഹായത്തിൽ നിന്നും 5 ലക്ഷം രൂപ അടിയന്തര സഹായമായി ഷൈജുവിന്റെ അമ്മ ശാരദയ്ക്ക് CCF കെ വിജയാനന്ദൻ IFS നൽകി. ഷൈജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ തിരുവിഴാംകുന്ന് പുളിക്കലടിയിലുള്ള വീട്ടിലെത്തിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. CCF കെ വിജയാനന്ദൻ IFS, DFO അബ്ദുൽ ലത്തീഫ്, മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇംബ്രൂസ് നവാസ് തുടങ്ങിയവരും മറ്റ് വനപാലകരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കുടുംബത്തിന് സർക്കാർ നൽകുന്ന 10 ലക്ഷം രൂപ ധനസഹായത്തിൽ നിന്നും 5 ലക്ഷം രൂപ അടിയന്തര സഹായമായി ഷൈജുവിന്റെ അമ്മ ശാരദയ്ക്ക് CCF കെ വിജയാനന്ദൻ IFS നൽകി. സഹോദരങ്ങളിൽ ഒരാൾക്ക് സ്ഥിരം സർക്കാർ ജോലി നൽകാനുള്ള നടപടിയും സ്വീകരിക്കുമെന്ന് CCF കെ വിജയാനന്ദൻ അറിയിച്ചു. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ആക്രമണം അഴിച്ചുവിടുന്ന ആനകളെ തുരത്താൻ ശക്തമായ നടപടി വേണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ CCF ഉൾപ്പെടെയുള്ള ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. വേണ്ട സുരക്ഷയില്ലാതെയാണ് വനംവകുപ്പ് അധികൃതർ ആനകളെ തുരത്താറെന്നും ഇവർ പറഞ്ഞു. സർക്കാരിനെതിരെ സംവിധാനത്തിനെതിരെയാണ് നമ്മൾ പറയുന്നത്. സർക്കാരിന് ഉദ്യോഗസ്ഥർക്കും എതിരല്ല, അവർക്ക് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു സംവിധാനം വെറും കൈകൊണ്ട് ഈ ആനനാട്ടാവരെ പറഞ്ഞായിരുന്നു. ഒരു ടോർച്ചും ഒരു 2 ഓലപ്പടക്കം കൊടുത്തിട്ട് മനുഷ്യന് ജീവന് വില വേണ്ടേ, ഉണ്ടാക്കണ്ടേ? അതാ പറയണ ഈ സംവിധാനത്തിൽ മാറ്റം വരണം, നിയമത്തിൽ മാറ്റം വരണം. പിന്നെ ഒരു മനുഷ്യനാ മൃഗത്തിനാ ജനവാസ മേഖലയിലിറങ്ങിയ ആനകളെ കുങ്കിയാനകളെ എത്തിച്ച് മലകയറ്റാനുള്ള നടപടി സ്വീകരിക്കും. ശ്രമം പരാജയപ്പെട്ടാൽ പ്രത്യേക അനുമതിയോടെ ആനയെ പിടിച്ചുകൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കുമെന്നും CCF കെ വിജയാനന്ദൻ IFS പറഞ്ഞു. ഇനി വന്നിട്ട് ഈ പാത്തിൽ ഈ ആന ഇറങ്ങിയാൽ എങ്ങനെ വന്ന് പ്രതിരോധിക്കാം, അതുകൊണ്ട് ഇവർക്ക് കുറച്ച് ചട്ടക്കൂട് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇപ്പം തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം, അല്ലെങ്കിൽ തൊട്ടടുത്ത ഡിവിഷനിൽ കൂടെ വാങ്ങിച്ചിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാം. ഒരു വണ്ടി ഓൾറെഡി നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ അപ്പോൾ ഈ ആന അതന്നെ ഈ ആനയെ വന്നിട്ട് നമ്മളോട് കണ്ടെത്തി നോക്കാം. അപ്പോൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് കുംക്കി കൊണ്ടുവന്നിട്ട് ഒന്ന് ഇവിടെ നിന്ന് കയറ്റി വിടാം. ഇൻ കേസ് ഇത് പ്രശ്നമാണെന്ന് മനസ്സിലായാൽ നമുക്ക് വന്നിട്ട് പെർമിഷൻ എടുത്തിട്ട് നമുക്ക് വന്ന് ഇവിടെ മാറ്റാനായിട്ടുള്ള സംവിധാനം തുടങ്ങാം. അപ്പോൾ നമുക്ക് അത് ഉറപ്പായിട്ടും അപ്പോൾ ഈ കുടുംബത്തിലുള്ള ഇപ്പോൾ 5 ലക്ഷം നമുക്ക് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇത്. അതിൻ്റെ ബാക്കി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ജോലി വന്നിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി നമുക്ക് അത് സർക്കാർക്കും എഴുതാം. ചൊവ്വാഴ്ച കരടിയോട് ജനവാസ മേഖലയോട് ചേർന്ന് ഇറങ്ങിയ കാട്ടാനകളെ വനംവകുപ്പ് സംഘം തുരത്തുന്നതിനിടെ വൈകുന്നേരം 5 മണിയോടെയാണ് കാട്ടാന ഷൈജുവിനെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബുധനാഴ്ച വൈകുന്നേരത്തോടെ കരുവാരക്കുണ്ട് ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.